ഓഫീസ് കഴിഞ്ഞ് വന്ന് കുക്കിംഗ് ചെയ്യാനായിട്ട് എനർജി ഇല്ലേ? എന്നാൽ നമുക്കൊരു 20 മിനിറ്റ് ചിക്കൻ റാപ്പ് നോക്കിയാലോ? ഇന്നലത്തെ ചിക്കൻ ബാക്കിയുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രഷ് ചിക്കൻ എടുക്കാം. അതിനകത്തേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കണമെങ്കിൽ വയ്ക്കാം, പക്ഷേ നമുക്ക് പെട്ടെന്ന് ഡിന്നർ ഉണ്ടാക്കി തീരണമല്ലോ. അതുകൊണ്ട് ഞാനിപ്പം എന്തായാലും വെയിറ്റ് ചെയ്യുന്നില്ല, ഇതിങ്ങനെ തന്നെ അങ്ങ് കുക്ക് ചെയ്യാൻ പോവാണേ. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പം നമ്മൾ ഈ റെഡിയാക്കി വെച്ച ചിക്കൻ നമ്മൾ വെളിച്ചെണ്ണയിലോട്ട് ഇടുന്നു. ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഈ ചിക്കൻ ഫ്രൈ ആവുന്ന ഗ്യാപ്പിൽ ഞാനൊരു കഥ പറയട്ടെ. എൻ്റെ അമ്മയുടെ കഥ. 18 വയസ്സിലാണ് എൻ്റെ അമ്മയുടെ കല്യാണം കഴിയുന്നത്. 19 വയസ്സിൽ ഏട്ടനുണ്ടായി. 22 വയസ്സിൽ ഞാനും. എനിക്ക് ഓർമ്മ വെച്ച നാൾ തൊട്ട് ഞാൻ കാണുന്ന എൻ്റെ അമ്മയ്ക്ക് കുക്ക് ചെയ്യാൻ യാതൊരു മടിയും ഞാൻ കണ്ടിട്ടില്ല. വീട്ടിലുള്ളവർക്കും വീട്ടിൽ വരുന്നവർക്കും എല്ലാം അമ്മ ഒരു മുടക്കം വരാതെ ഭക്ഷണം ഉണ്ടാക്കും. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി അമ്മയ്ക്ക് വേണ്ടി അമ്മ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾ ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. അങ്ങനെ ആയി അമ്മയ്ക്ക് ഇതൊരു ശീലമായി. ഞങ്ങൾക്കൊക്കെ വേണ്ടി ജീവിച്ച് അമ്മ ശരിക്കും ജീവിക്കാൻ മറന്നുപോയിട്ടുണ്ട്. ഇന്നിപ്പം ജോലി കഴിഞ്ഞ് തളർന്നു വരുന്ന മിക്ക ദിവസങ്ങളിലും ഞാൻ അമ്മേനെ ശരിക്കും മിസ് ചെയ്യാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതുപോലൊരമ്മ നിങ്ങളുടെ വീട്ടിലില്ലേ? അതെ, അവർക്ക് വേണ്ടി അവർ സമയം കണ്ടെത്തുന്നത് പോലും നമ്മളാരും കണ്ടിട്ടുണ്ടാവില്ല. എന്തായാലും നമ്മുടെ ചിക്കൻ അപ്പോഴേക്കും ഫ്രൈ ആയി. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഈ പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യുന്നത്. ഈ പാനിനകത്ത് നമ്മൾ നേരത്തെ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഇട്ട് നന്നായിട്ടൊരു ഓംലെറ്റ് ആക്കി എടുക്കുക. എഗ്ഗിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല, കുറച്ച് ഉപ്പും കുരുമുളക് പൊടി മാത്രം. എന്നതിന് ശേഷം നമുക്ക് ഒരു ഹെൽത്തി മയോ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ യോഗട്ടാണ് എടുത്തിരിക്കുന്നത്. യോഗട്ടിൻ്റെ കൂടെ കുറച്ച് ഹണി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഉപ്പ് ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഹെൽത്തി മയോ ഉണ്ടാക്കിയെടുക്കാം. എന്നതിന് ശേഷം ഒരു ചപ്പാത്തി ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ചപ്പാത്തി കുക്കായി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഫൈനൽ പരിപാടിയിലോട്ട് കിടക്കാം. ഒരു പ്ലേറ്റിൽ ചപ്പാത്തി വയ്ക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓംലെറ്റ്, ഈ ഓംലെറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള മയോ ആഡ് ചെയ്യാം. നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന മയോ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് യോഗട്ട് വെച്ച് നമ്മളിങ്ങനെ ഒരു ഹെൽത്തി മയോ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എന്നതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ്, ഞാനിതിനകത്ത് ഇപ്പം ക്യാരറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ക്യാരറ്റ്, ക്യൂക്കുംബർ, പിന്നെ ലെറ്റ്യൂസ്, അങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാലഡിൽ വയ്ക്കാൻ പറ്റിയ എല്ലാ വെജിറ്റബിൾസും യൂസ് ചെയ്യാം കേട്ടോ. എനിക്കിപ്പം ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കവും മാത്രമേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് ഞാനത് വെച്ചു. എന്നതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ കുറച്ച് വലിയ പീസസ് ആണെങ്കിൽ നമുക്കതൊന്ന് കുറച്ചൊന്ന് ചെറുതാക്കി എടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് റാപ്പ് ചെയ്യുമ്പോൾ ചിലപ്പം കറക്റ്റായിട്ട് നമുക്ക് റാപ്പായി കിട്ടത്തില്ല. എന്നതിന് ശേഷം എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മളിത് നന്നായിട്ട് റാപ്പ് ചെയ്യുന്നു. നമ്മുടെ 20 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ചിക്കൻ റാപ്പ് റെഡിയായി. ഇത് നമുക്ക് ഒരെണ്ണം കഴിച്ച് അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആയിരിക്കും, നല്ല ടേസ്റ്റിയാണ്. ഡിന്നറിനൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.